ഇത് പെറുവിലെ ലിമ നഗരം, ലാറ്റിൻ അമേരിക്കയിലെ പ്രശസ്തമായ ചരിത്ര നഗരം. ഞാനിവിടെ വന്നിറങ്ങിയിട്ട് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. പ്ലാസ മായോർ എന്ന പ്രൗഢമായ നഗരചത്തുരത്തിന്റെ ഓരത്തെ കെട്ടിടങ്ങളുടെ വരാന്തകളിലൂടെ കുറച്ചുനേരം ചുറ്റി നടന്നു. ചത്തുരത്തിന്റെ അങ്ങേ അതിരിൽ പ്രസിദ്ധമായ ലിമ കത്തീഡ്രൽ, പ്ലാസ മായോറിന്റെ ഒരറ്റം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ബൃഹത് മന്ദിരം. ചത്തുരത്തിലാകട്ടെ ജനം വന്നു നിറഞ്ഞു കഴിഞ്ഞു. പ്ലാസ മായോറിലേക്ക് വന്നു ചേരുന്ന തെരുവുകളിലും ജനം ഒഴുകുകയാണ്. എല്ലാ സായന്തനങ്ങളിലും ലിമയുടെ നഗരചത്തുരങ്ങളിൽ ഈ വിധം ആളുകൾ വന്നു നിറയുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്നാകട്ടെ ശനിയാഴ്ചയാണ്. അതിനാൽ തിരക്കൊന്നുകൂടി വർദ്ധിക്കും. ഈ ആൾക്കൂട്ടത്തിൽ ടൂറിസ്റ്റുകളെ അധികം കാണുന്നില്ലെന്നതാണ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. സ്വദേശികൾ തന്നെയാണ് കൂടുതലും. നഗരചത്തുരത്തെ അതിരിട്ട് പ്രൗഢമായ കൊളോണിയൽ മന്ദിരങ്ങൾ നിലകൊള്ളുന്നു. അതിഗംഭീരമായ നിർമ്മിതികൾ. സ്പാനിഷ് വാസ്തുവിദ്യാ ശൈലി ഇതിലെല്ലാം പ്രകടമാണ്. സ്പാനിഷ് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ചവ തന്നെയാണ് ഇവയെല്ലാം. അടുത്ത കാലത്ത് അതൊക്കെ ഒന്ന് നവീകരിച്ച് പ്ലാസ മായോറിനെ ആകെ ഒന്ന് സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്തെ കെട്ടിടങ്ങൾക്കിടയിൽ ഒരു സ്റ്റേജ് സജ്ജീകരിച്ച് അവിടെ ഒരു സംഗീത പരിപാടി നടക്കുന്നു. പാട്ടും നൃത്തവുമെല്ലാം ചേർന്ന എന്തോ ആഘോഷമാണ്. എല്ലാ വീക്കെൻഡിലും ഇത്തരം പരിപാടികൾ ഇവിടെ നടക്കുന്നത് പതിവാണ്. സ്റ്റേജിന് മുന്നിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു. കലാപരിപാടികൾ ആസ്വദിക്കുന്നു. നഗരത്തിൽ നല്ല തണുപ്പ് പരന്നുകഴിഞ്ഞു. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മഞ്ഞുകാലം അവസാനിക്കുന്ന നാളുകളാണ് പെറുവിൽ ഇത്. മെയ് മുതൽ നവംബർ പകുതി വരെയാണ് പെറുവിലെ മഞ്ഞുകാലം. കൊടും തണുപ്പാണ്. അതിനെ ചെറുക്കാൻ ഞാൻ കരുതിയിരിക്കുന്ന ജാക്കറ്റ് തികയാതെ വരുമോ എന്ന സംശയമുണ്ട്. അതിവിസ്തൃതമായ ഒരു ചത്തുരമാണ് പ്ലാസ മായോർ. ലിമ നഗരത്തിന്റെ തുടക്കം ഈ ചത്തുരത്തിൽ നിന്നുമായിരുന്നു. 1532 ലിമയിലെത്തിയ സ്പാനിഷ് പര്യവേക്ഷകൻ ഫ്രാൻസിസ്കോ പിസാറോ ഇവിടെയാണ് നഗരം സ്ഥാപിച്ചത്. പ്ലാസ മായോറിന്റെ ചുറ്റിലുമായി ഇക്കാണുന്ന കെട്ടിടങ്ങളെല്ലാം അടുത്ത കാലത്ത് പുനരുദ്ധരിച്ചതാണ്. അത് കൃത്യതയോടെ ലൈറ്റപ്പ് ചെയ്തു വച്ചിരിക്കുന്നു. സ്ക്വയർ ആകട്ടെ പൂച്ചെടികളും പുൽത്തകടിയും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇക്കാണുന്നതാണ് ലിമയിലെ മുനിസിപ്പൽ പാലസ്. പെറുവിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരം വരെ ഈ ചത്തുരത്തിന്റെ ഓരത്തുണ്ട്. അതിന്റെയെല്ലാം വിശദമായ കാഴ്ചകളിലേക്ക് അടുത്ത ദിവസം പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ലിമ കത്തീഡ്രൽ. സ്ക്വയറിന്റെ ഒത്ത മധ്യത്തിലാകട്ടെ ഒരു ഫൗണ്ടനുണ്ട്. ഈ ഫൗണ്ടന് ദീർഘമായൊരു ചരിത്രമുണ്ട്. 1578 ലിമയിലെ സ്പാനിഷ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി ടൊലേഡോ ആണ് ഇവിടെ ആദ്യമായി ഫൗണ്ടൻ സ്ഥാപിച്ചത്. 1661 അതൊന്ന് പുതുക്കിപ്പണിതിരുന്നു. പ്ലാസ മായോറിലെ പ്രധാന നിർമ്മിതി ഇക്കാണുന്ന കത്തീഡ്രൽ തന്നെയാണ്. പ്രധാനപ്പെട്ട ഏത് സ്പാനിഷ് കുടിയേറ്റ നഗരത്തിലും നഗരചത്തുരത്തിന്റെ കേന്ദ്രസ്ഥാനം ഒരു ദേവാലയമായിരിക്കും. ആ ദേവാലയത്തിന്റെ പേരിലാണ് ചത്തുരം തന്നെ അറിയപ്പെടുക. പള്ളിയുടെ അകത്തുനിന്നും സംഗീതം പുറത്തേക്ക് ഒഴുകിവരുന്നു. അവിടെ എന്തോ പരിപാടി നടക്കുകയാണ്. ദേവാലയത്തിൽ നിന്നും ഭക്തിഗാനം ഒഴുകുമ്പോൾ തന്നെ തൊട്ടെതിർവശത്ത് നേരത്തെ കണ്ട വേദിയിൽ നിന്നും ബ്രേക്ക് ഡാൻസിനായുള്ള പാട്ട് ഉയരുന്നുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് പെറുവിലെ സ്പാനിഷ് സംസ്കാരം. ഭക്തിയും വിഭക്തിയും അവിടെ ഒരേ സമയം ദർശിക്കാനാവും. പെറുവിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക ദേവാലയമാണ് ലിമ കത്തീഡ്രൽ. ലിമ നഗരം സ്ഥാപിതമായതിന് തൊട്ടുപിന്നാലെ 1535 ഈ ദേവാലയത്തിന് തറക്കല്ലിട്ടത്. ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. പക്ഷേ അന്ന് നിർമ്മിതമായ ദേവാലയമല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. പല നൂറ്റാണ്ടുകളിലായി പലതവണ ഇത് പുനർനിർമ്മിച്ചു കഴിഞ്ഞു. പല ദേവാലയങ്ങളുടെ ഒരു കോംപ്ലക്സ് തന്നെയാണ് ഇതെന്ന് പറയാം. ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമായ ലിമ കത്തീഡ്രലും പാരീഷ് ചർച്ചും ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരവും ഈ കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. അതിബൃഹത്തായ ഒരു നിർമ്മിതി. കത്തീഡ്രലിന്റെ നീളൻ പടവുകൾ സായന്തനങ്ങളിൽ ആളുകളുടെ ഒരു വിശ്രമ കേന്ദ്രമാണ്.
ഞാൻ പടവുകൾ കയറി പള്ളിയുടെ അകത്തേക്ക് നടന്നു. പള്ളിക്കകത്താകട്ടെ നിറയെ ആളുകളുണ്ട്. അതിഗംഭീരമായ ഒരു നിർമ്മിതി. സ്പാനിഷ് കോളനികളായിരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും പള്ളിയുടെ സ്വാധീനവും ആളുകളുടെ വിശ്വാസവും ദൃഢമാണ്. കുർബാന നടക്കുകയാണ്. ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കുർബാന. യൂറോപ്പിലേതുപോലെ പള്ളികളിൽ നിന്നും ആളുകൾ അകന്നു പോകുന്ന പ്രവണത ഇവിടെ അധികമില്ല. സ്പാനിഷ് രീതിയിൽ തന്നെയാണ് ദേവാലയത്തിനകമെല്ലാം പുനരുദ്ധരിച്ചിരിക്കുന്നത്. ആർച്ച് ബിഷപ്പും ഒരു സംഘം വൈദികരും ചേർന്ന് കുർബാനയർപ്പിക്കുന്നു. നിർമ്മിതമായ ശേഷം 4 നൂറ്റാണ്ടുകൾക്കിടെ 4 തവണ ഭൂകമ്പത്തിൽ തകർന്ന ദേവാലയമാണിത്. ഓരോ തവണയും തകർച്ചയ്ക്ക് ശേഷം പുനർനിർമ്മിക്കുമ്പോൾ കത്തീഡ്രലിന്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടിരുന്നു. 2005 ഏറ്റവും അവസാനമായി ദേവാലയത്തെ ആകെ ഒന്ന് പുനരുദ്ധരിച്ചത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2 തവണ സന്ദർശിച്ച ദേവാലയമാണിതെന്ന പ്രത്യേകതയുമുണ്ട്. സെന്റ് ജോണിന് സമർപ്പിച്ചിരിക്കുന്ന ദേവാലയമാണിത്. കത്തീഡ്രലിന്റെ പ്രധാന ഹാളിൽ നിന്നും ഞാൻ നടത്തം തുടർന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച മുഖമണ്ഡപം ദേവാലയത്തിൽ സവിശേഷമായൊരു കാഴ്ചയാണ്. കത്തീഡ്രൽ കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ പള്ളിയുണ്ട്. അതിവിടുത്തെ പാരിഷ് ചർച്ചാണ്. വലിയ കത്തീഡ്രൽ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമാണെങ്കിൽ ഇത് ഇടവക പള്ളിയാണ്. ഈ പള്ളിയിലും എന്തോ ചടങ്ങ് നടക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫർമാരും മറ്റും ഇറങ്ങി വരുന്നു. ഇതാണ് കാര്യം. പള്ളിയിൽ ഒരു കല്യാണം നടക്കുകയായിരുന്നു. ഏതായാലും ലിമയിൽ വന്നിറങ്ങി അധിക സമയം കഴിയും മുൻപ് തന്നെ ഇവിടുത്തെ ഒരു വിവാഹം കാണാനും എനിക്ക് അവസരമായി. ഇനി ഫോട്ടോഗ്രാഫർമാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ചടങ്ങുകളാണ്. വരൻ വധുവിനെ എടുത്ത് ഉയർത്തുന്നു. പാശ്ചാത്യമായ ചില ആചാരങ്ങൾ. വധൂവരന്മാരെ അനുഗമിക്കുന്നവർ അവർക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. ഇങ്ങനെ കുറെ ചടങ്ങുകൾ. ഇതൊക്കെ അധികം താമസിയാതെ കേരളത്തിലും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചൂടൻ ചുംബന രംഗങ്ങൾ വരെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തുന്ന മലയാളികൾ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. മലയാളി കല്യാണങ്ങൾക്കും പ്രചോദനമാകട്ടെ ഈ രംഗങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതെല്ലാം ചിത്രീകരിച്ചെടുക്കുകയാണ്. പക്ഷേ ഇക്കാണുന്നതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സ്പാനിഷ് സംസ്കാരത്തിൽ നിന്നും പെറുവിലേക്കെത്തിയ വിവാഹ ആചാരങ്ങളാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം വന്ന് വധുവിനെ ചുംബിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. പെറു എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഇങ്ങനെ അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പള്ളിയുടെ മുന്നിൽ വലിയ ജനക്കൂട്ടമാണ്. ഞാൻ പക്ഷേ അവിടെ നിന്നും വീണ്ടും ലിമ കത്തീഡ്രലിന്റെ ചരിത്രമുറങ്ങുന്ന ദൃശ്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഇക്കാണുന്നത് ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരത്തിന്റെ ഭാഗമാണ്. മരം കൊണ്ട് പണിത മട്ടുപ്പാവുകളുള്ള കൊട്ടാരം. 4.5 നൂറ്റാണ്ടിന്റെ ചരിത്രവുമായി നിലകൊള്ളുകയാണ് കത്തീഡ്രൽ. 1940 ഏറ്റവും അവസാനമായി ഒരു ഭൂകമ്പത്തിൽ ലിമ കത്തീഡ്രലിന് കേടുപാടുകൾ സംഭവിച്ചത്. തുടർന്ന് എമിലിയോർ ഹാർത്ത് ടെറി എന്ന വാസ്തുശില്പിയുടെ നേതൃത്വത്തിൽ ഇത് പുതുക്കിപ്പണിയുകയായിരുന്നു. അതേസമയം ദേവാലയ ചുമരുകളിൽ ഇന്ന് കാണുന്ന പല ശില്പങ്ങൾക്കും 2-3 നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ദേവാലയത്തിന്റെ പടവിൽ നിൽക്കുമ്പോൾ താഴേക്കുള്ള കാഴ്ച ഇതാണ്. ദീപാലങ്കൃതവും സുന്ദരവുമായ പ്ലാസ മായോർ. ലിമ പട്ടണത്തിലെ തന്നെ ഏറ്റവും പ്രധാന സ്ക്വയറാണിത്. 2500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരമാണ് ലിമ. അതിൽ നിരവധി ചത്തുരങ്ങളുണ്ട്. നഗരം സ്ഥാപിതമായ സ്ഥലത്തെ ചത്തുരമെന്ന നിലയിലാണ് പ്ലാസ മായോർ ഏറ്റവും പ്രസക്തമാകുന്നത്. വൈകുന്നേരമാകുന്നതോടെ ആളുകൾ പ്ലാസ മായോറിന്റെ കൽബെഞ്ചുകളിലേക്കും കത്തീഡ്രലിന്റെ പടവുകളിലേക്കുമെല്ലാം എത്തുന്നു. വിശേഷങ്ങൾ പങ്കുവച്ചും ഫോട്ടോ എടുത്തും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റുകളിൽ പോയി മടങ്ങിയും അവർ സായന്തനങ്ങളെ ആഘോഷമാക്കുന്നു. ഇത്തരത്തിൽ ആളുകൾ ഒത്തുകൂടുന്ന ധാരാളം സ്ഥലങ്ങൾ പാശ്ചാത്യ നാടുകളിലെല്ലാം കാണാം. പ്ലാസ മയോറിനകത്തുകൂടി സ്ട്രീറ്റുകളും കടന്നു പോകുന്നുണ്ട്. ഞാൻ സ്ക്വയറിലൂടെ നടത്തം തുടർന്നു.
പെറു എന്ന രാജ്യത്തെ അടുത്തറിയാനുള്ള യാത്രകളുടെ തുടക്കം 5 നൂറ്റാണ്ട് മുൻപ് ഒരു സ്പാനിഷ് നഗരം സ്ഥാപിതമായ പ്ലാസ മയോറിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സമയം കടന്നു പോകുമ്പോഴും തണുപ്പിന്റെ കനം കൂടുമ്പോഴും ആളുകൾ ചത്തുരം വിട്ടു പോകുന്നില്ല. ഇവിടുത്തെ രാത്രി ആഘോഷങ്ങൾ പുലരുവോളം നീണ്ടു നിൽക്കുമെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. ലിമയുടെ ഓൾഡ് ടൗണിന്റെ ഒത്ത മധ്യത്തിലാണ് ഈ ചത്തുരം. അടുത്ത കാലം വരെ കൊള്ളക്കാരും മയക്കുമരുന്ന് മാഫിയകളുമെല്ലാം വിഹരിച്ചിരുന്ന പ്രദേശങ്ങൾ. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ നഗരഭരണകൂടവും പോലീസും ചേർന്ന് ലിമയിലെ ചത്തുരങ്ങളിലെല്ലാം ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തിക്കഴിഞ്ഞു. എങ്കിലും നാട്ടിൽ നിന്ന് ഞാൻ ലിമയിലേക്ക് പുറപ്പെടും മുൻപ് പോലും അറിഞ്ഞത് ഈ നഗരം ക്രിമിനൽ സംഘങ്ങളുടെ കൂത്തരങ്ങാണെന്നായിരുന്നു. സ്ക്വയറിന്റെ ഒരു ഭാഗത്തുള്ള വേദിയിൽ കലാപരിപാടികൾ തുടരുകയാണ്. കുറേയേറെ കലാകാരന്മാരുണ്ട് വേദിയിൽ. പാട്ടും നൃത്തവുമെല്ലാം ചേർന്ന പരിപാടികൾ. സംഗീതവും നൃത്തവും ഫുട്ബോളും ലാറ്റിൻ അമേരിക്കയുടെ സിരകളിൽ അലിഞ്ഞു ചേർന്ന വികാരങ്ങളാണ്. ദരിദ്രമായ പശ്ചാത്തലമാണെങ്കിലും ജീവിതം എപ്പോഴും ആഘോഷമാക്കുന്നതിലാണ് ഇന്നാട്ടുകാർക്ക് താൽപര്യം. സ്ക്വയറിലെ കല്ലുപതിച്ച വഴിയിലൂടെ ഞാൻ നടത്തം തുടർന്നു. പ്ലാസയ്ക്ക് ചുറ്റുമുള്ള മന്ദിരങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ നിറമുള്ള ചായം പൂശിയിരിക്കുന്നു. സ്ക്വയറിന്റെ കാഴ്ചയെ മനോഹരമാക്കുന്നതിൽ അതിനും ഒരു പങ്കുണ്ട്. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ USA, യൂറോപ്പിലെ 10 രാജ്യങ്ങൾ, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പെറുവിന്റെ തലസ്ഥാന നഗരം ആദ്യ കാഴ്ചയിൽ തന്നെ ആരുടെയും മനം മയക്കും. ചത്തുരക്കോണിൽ സുന്ദരൻ കുതിരകളെ പൂട്ടിയ വണ്ടികൾ സഞ്ചാരികളെ കാത്തുകിടക്കുന്നു. ഈ വണ്ടിയിൽ കയറിയാൽ ഓൾഡ് ടൗണിന്റെ രാത്രി കാഴ്ചകളിലൂടെ ഒന്ന് ചുറ്റിയടിച്ചു വരാം. പകൽ സമയങ്ങളിലാണ് പ്ലാസ മായോർ ഉൾപ്പെടെയുള്ള ലിമയിലെ പ്രമുഖ ചത്തുരങ്ങളിൽ ടൂറിസ്റ്റുകൾ വന്നു നിറയുക. പക്ഷേ രാത്രിയിൽ ഇവിടങ്ങളിലേക്ക് ഇറങ്ങാൻ ടൂറിസ്റ്റുകൾക്ക് പൊതുവെ ഭയമാണ്. ലിമയുടെ ചരിത്രം അതായിരുന്നു എന്നതാണ് കാരണം. മോഷ്ടാക്കളുടെയും പിടിച്ചുപറിക്കാരുടെയും നഗരമാണ് ലിമ എന്ന ദുഷ്പേര് മറ്റു രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്ലാസ മയോറിനെ അതിരിടുന്ന കെട്ടിടങ്ങൾക്ക് മിക്കതിനും ഇത്തരത്തിലൊരു വരാന്തയുണ്ട്. മഞ്ഞും മഴയും ഏൽക്കാതെ അതിലൂടെ ഇങ്ങനെ നടക്കാം. പലയിടത്തും പോലീസ് വാഹനങ്ങൾ കിടക്കുന്നു. പുതിയ കാലത്ത് നഗരത്തെ സുരക്ഷിതമാക്കുന്നത് പോലീസിന്റെ നിതാന്ത ജാഗ്രത തന്നെയാണ്. പല കെട്ടിടങ്ങളിലും റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുന്നു. തുണിക്കടകളും ധാരാളം. സോൾ ആണ് പെറുവിലെ നാണയം. 22 ഇന്ത്യൻ രൂപ വേണം ഒരു സോളിന്. പ്ലാസ മായോറിലൂടെ നടന്ന് ഞാൻ യൂണിയൻ സ്ട്രീറ്റിലേക്കെത്തി. മായോർ ചത്തുരത്തിലേക്ക് ചെന്നു ചേരുന്ന നിരവധി സ്ട്രീറ്റുകളിലൊന്നാണ് ഇത്. ഇതൊരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണെന്നതാണ് സവിശേഷത. ഇതുവഴി നടന്നു പോകാൻ മാത്രമേ അനുവദിക്കൂ. മറ്റു സ്ട്രീറ്റുകളിലെല്ലാം വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ട്. ടൈലും ഗ്രാനൈറ്റും വിരിച്ച് സുന്ദരമാക്കിയ ഒരു സ്ട്രീറ്റ്. ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള പെഡസ്ട്രിയൻ സ്ട്രീറ്റുകളിലൂടെയുള്ള നടത്തം രസകരമായ അനുഭവമാണ്. അതിന്റെ ഓരത്ത് ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകളും റെസ്റ്റോറന്റുകളുമാണ് കൂടുതൽ. എല്ലാ കടകളിലും നല്ല കച്ചവടം നടക്കുന്നുണ്ട്. വിന്റർ അവസാനിക്കാറായതിനാലാവാം കമ്പിളിക്കുപ്പായങ്ങളും ജാക്കറ്റുകളും വിലക്കുറവിൽ വിറ്റഴിക്കുകയാണ്. മിക്കതിന്റെയും വിലയും കടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ ആഡംബരത്വമുള്ള തുണിക്കടകളല്ല ലിമയിൽ കാണുന്നത്. യൂണിയൻ സ്ട്രീറ്റിലൂടെ വീണ്ടും ഞാൻ മുന്നോട്ട് നടന്നു.
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ലിബിയയിലെ സമ്പന്നരുടെ വാസകേന്ദ്രവും അവരുടെ ഷോപ്പിംഗ് സെന്ററുകളുമാണ് ഈ സ്ട്രീറ്റിന് ഇരുവശവുമായി ഉണ്ടായിരുന്നത്. അക്കാലത്ത് പെറുവിൽ തന്നെ ഏറ്റവും വില കൂടിയ ഉൽപ്പന്നങ്ങൾ ലഭിച്ചിരുന്നത് ഇവിടുത്തെ കടകളിലാണ്. പ്ലാസ മായോറിൽ നിന്നും കുറച്ചകലെ പ്ലാസ സാൻ മാർട്ടിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ചത്തുരം വരെ നീണ്ടുകിടക്കുകയാണ് യൂണിയൻ സ്ട്രീറ്റ്. 1535-ൽ ലിമയുടെ സ്ഥാപകനായ ഫ്രാൻസിസ്കോ പിസാറോയാണ് ഈ സ്ട്രീറ്റിന്റെ രൂപരേഖയുണ്ടാക്കിയതും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചതും. അക്കാലം മുതൽ തന്നെ ലിമയിലെ ഏറ്റവും സജീവമായ തെരുവുകളിലൊന്നായിരുന്നു ഇത്. ഇപ്പോഴും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റുകളിലൊന്നായി ജിറോൺ ലാ യൂണിയൻ നിലകൊള്ളുന്നു. ജനം നിറഞ്ഞൊഴുകുന്ന തെരുവ്. പാതിര കഴിയും വരെ തുടരും ഈ ജനത്തിരക്ക്. യൂറോപ്യൻ അമേരിന്ത്യൻ ജനവിഭാഗങ്ങൾ കൂടിച്ചേർന്നുണ്ടായ മിസ്റ്റിസോകളാണ് ലിമയിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗവും. അമേരിന്ത്യൻ ഗോത്രവർഗക്കാരുടെ കലർപ്പില്ലാത്ത പിന്തുടർച്ചക്കാരും ഇതിലുണ്ട്. പ്രത്യേകമായൊരു ജീവിതശൈലിക്കുടമകളാണ് ഇന്നാട്ടിലുള്ളവരും. സംഗീതത്തിലും കലകളിലും മുതൽ ഭക്ഷണരീതികളിൽ വരെ ആ ശൈലികൾ പ്രകടമാണ്. ചെറിയ പാവകൾ വിൽക്കാൻ നിൽക്കുന്നവർ, മെഗാഫോണുമായി നിന്ന് ഏതോ സ്ഥാപനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പരസ്യപ്രചരണം നടത്തുന്നവർ തുടങ്ങിയവരെല്ലാമുണ്ട് ഈ സ്ട്രീറ്റിൽ. രാത്രിയിൽ ഈ തെരുവിലൂടെയുള്ള നടത്തം രസകരമായൊരു അനുഭവമാണ്. ഇരുവശത്തും കച്ചവട സ്ഥാപനങ്ങൾ. കൊളോണിയൽ കാലത്തെ കെട്ടിടങ്ങളും ആധുനിക കാലത്തെ കെട്ടിടങ്ങളുമെല്ലാമുണ്ട് സ്ട്രീറ്റിന് ഇരുവശവും. കുടുംബസമേതം നടന്നു നീങ്ങുന്നവർ, പട്ടിയുമൊത്ത് നടക്കാനിറങ്ങിയവർ, അങ്ങനെ ജീവിതക്കാഴ്ചകൾ പലതുണ്ട്. യൂണിയൻ സ്ട്രീറ്റിലൂടെ ഞാൻ കുറേ നടന്നു. ഒട്ടൊക്കെ വൃത്തിയോടെ സംരക്ഷിക്കുന്നുമുണ്ട് ഈ പെഡസ്ട്രിയൻ സ്ട്രീറ്റിനെ. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഗ്രിൽഡ് വിഭവങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കനലടുപ്പിൽ ചിക്കൻ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കോഴികളെ ഒന്നാകെ മസാല പുരട്ടി മൊരിച്ചെടുക്കുകയാണ്. ഇവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ അളവറിയണമെങ്കിൽ ഈ കാഴ്ച കണ്ടാൽ മതി. ഒരാളുടെ ജോലി ഇത് മാത്രമാണ്. ചിക്കൻ ഇരുമ്പുതണ്ടിൽ കോർത്തുകൊണ്ടിരിക്കുന്നു. 100 കണക്കിന് കോഴികൾ. മൊരിച്ച ചിക്കനാണ് ഇവരുടെ പ്രധാന വിഭവം. അതിങ്ങനെ കമ്പിയിൽ കോർത്ത് അടുപ്പിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഈ മുറിച്ചു വച്ചിരിക്കുന്ന കോഴിയെല്ലാം ഇന്ന് വിറ്റു തീരാനുള്ളതാണ്. കുറെ ചിക്കൻ കമ്പിയിൽ കോർത്ത് അടുക്കിയ ശേഷം ജീവനക്കാരൻ വീണ്ടും അടുത്ത കമ്പിയെടുത്ത് അതേ ജോലി തുടരുന്നു. ഇതിങ്ങനെ കണ്ടു നിൽക്കെ എനിക്കും വിശപ്പ് തുടങ്ങി. വിമാനത്തിൽ നിന്നും അല്പം ലഘുഭക്ഷണം കഴിച്ചതാണ്. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. ഇവിടെ മുറിച്ചെടുത്ത ചിക്കൻ ഓർഡർ അനുസരിച്ച് ടേബിളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. ബെയറർമാർ തങ്ങൾ ഓർഡർ ചെയ്ത വിഭവങ്ങൾ വാങ്ങാൻ കാത്തുനിൽക്കുന്നു. ഒരാൾ മുറിച്ച കോഴിയെ മുറിച്ച് പാത്രങ്ങളിലാക്കി അവർക്ക് നൽകുന്നു. ഓരോ ടേബിളിലെയും ഓർഡറിന്റെ വലിപ്പമനുസരിച്ചാണ് ചിക്കൻ കഷ്ണങ്ങളാക്കി പ്ലേറ്റുകളിൽ വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് ഫ്രഞ്ച് ഫ്രൈസ് കൂട്ടിവെച്ചിട്ടുണ്ട്. ചിക്കനോടൊപ്പം അതും പ്ലേറ്റുകളിൽ നിറയ്ക്കുന്നു. ചിക്കനാണ് ഇവിടുത്തെ പ്രധാന വിഭവം. മറ്റുള്ളതെല്ലാം അതിൻ്റെ അനുസാരികൾ മാത്രം. ലിമ നഗരത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു ഫാസ്റ്റ് ഫുഡ് ശൃംഖലയാണ് നോർക്കീസ്. നഗരവാസികളുടെ ഇഷ്ടഭോജനശാല. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും വലിയ തിരക്കായിരിക്കും ഇവിടെ. ആ തിരക്കും അവിടുത്തെ പ്രവർത്തനങ്ങളും ഞാൻ കുറച്ചുനേരം കണ്ടുനിന്നു. ചിക്കൻ, പോർക്ക്, മട്ടൺ തുടങ്ങിയവ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നതിലാണ് പെറുവിലെ ആളുകൾക്ക് താൽപ്പര്യം. ഇൻക സ്പാനിഷ് ശൈലിയിലുള്ള പാചകമാണ് ഇന്നാട്ടുകാരുടേത്. ഗ്രില്ലിൽ വേവിക്കുന്ന ഗിനിപ്പന്നി വിശേഷ ദിനങ്ങളിൽ പെറുവിലെ മിക്ക വീടുകളിലെയും പ്രധാന വിഭവമാണ്. കുയി ചക്ടാഡോ എന്നാണ് പ്രാദേശികമായി അത് അറിയപ്പെടുന്നത്. ലോമോ സാൾട്ടാഡോ എന്ന പേരാണ് മൊരിച്ച കോഴിയിറച്ചിയും ധാരാളം പച്ചക്കറിയും ചേരുന്ന വിഭവത്തിന്. വലിയ കുടുംബങ്ങളാണ് പെറുവിലേത്. ഓരോ കുടുംബത്തിലും 10-12 അംഗങ്ങൾ വരെ ഉണ്ടാകും. മൊരിഞ്ഞ ചിക്കൻ ടേബിളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കമ്പിയിൽ കോർത്ത പുതിയ ചിക്കനുകൾ കനലിൽ വെന്തു തുടങ്ങിയിരിക്കുന്നു. ഞാൻ കുറേ നേരം ആ കാഴ്ച കണ്ടുനിന്നു. ഇത്രയേറെ ചിക്കൻ ഒരേ സമയം തീൻമേശകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൗതുകം.
ഒരു കെട്ടിടത്തിന്റെ 2 നിലകളിലായിട്ടാണ് നോർക്കിസ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത്. അതിന്റെ മുകളിലെ നിലയിലേക്ക് നടക്കാൻ ഞാൻ തീരുമാനിച്ചു. 100 കണക്കിന് ആളുകൾ ഒരേ സമയം ഈ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുകൾ നിലയിൽ ഒരു സീറ്റ് പിടിച്ചിരിക്കുമ്പോൾ താഴെ കിച്ചണിൽ ജോലികൾ നടക്കുന്നത് കാണാം. കെട്ടിടത്തിന്റെ ഉൾഭാഗത്ത് അടുക്കളയില്ല. ഓരോ ടേബിളിനു ചുറ്റും ഓരോ കുടുംബങ്ങളുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുടുംബത്തെ വരെ അതിൽ കണ്ടു. ഒരു വെയിറ്റർ എനിക്ക് കൂടിയുള്ള വിഭവങ്ങളുമായി പടവുകൾ കയറി വരുന്നുണ്ട്. ഇതാണ് ഭക്ഷണം. അല്പം ചോറും ബീഫും ഫ്രഞ്ച് ഫ്രൈസും ഒരു കഷ്ണം പുഴുങ്ങിയ പഴവും. ലാറ്റിൻ അമേരിക്കൻ വിഭവങ്ങൾ ഇങ്ങനെയാണ്. ആഘോഷമായി തന്നെ അത് കഴിച്ചു. റെസ്റ്റോറന്റിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴേക്കും രാത്രി 9 മണിയായി. രാത്രിയിൽ ലിമയുടെ ഈ സിറ്റി സെന്റർ ഉറങ്ങുന്നില്ല. ഇനിയും ഏറെ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലൂടെ ഞാൻ നടത്തം തുടർന്നു.